എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്നോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതിപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത്, അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല. കാരണം ആ പേഴ്സൺ അത് മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ മേ ബി അത്രത്തോളം അതിനെക്കുറിച്ച് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് പ്രാധാന്യം നൽകുന്നുണ്ട്, ആ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് മേ ബി നിങ്ങൾക്കറിയാമായിരിക്കാം. പക്ഷേ അത് എത്രത്തോളമാണ് എന്ന് മേ ബി ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിലെന്ന്. കാരണം നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഞാനിതിങ്ങനെ എടുത്തു പറയാൻ കാരണം ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും ലഭിക്കുന്നത്. ഓക്കെ, അതായത് ആ പേഴ്സൻ്റെ ഫാമിലിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സന് പ്രിയപ്പെട്ട ആളുകളിലെ അവർക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം നിങ്ങൾക്ക് ആ പേഴ്സൺ നൽകുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെപ്പോലെ തന്നെയാണ്. അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ടും, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ ആ ഒരു വിഷമം എത്രത്തോളമാണെന്നോ, അല്ലെങ്കിൽ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നോ ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല. മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് അങ്ങനെ തുറന്നു പറയുന്ന ഒരാളായിരിക്കില്ല. അതായത് ആ പേഴ്സണ് എത്രമാത്രം പ്രിയപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവരോട് പോലും മേ ബി ചില സമയത്തെങ്കിലും, ചിലപ്പോഴെങ്കിലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാറില്ല. അത് ആ പേഴ്സൺ മറച്ചു വയ്ക്കാറുണ്ട്. മേ ബി ആ പേഴ്സന് പ്രിയപ്പെട്ടവരോട് ആ പേഴ്സൻ്റെ വിഷമം തുറന്നു പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമമായാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുന്നത്. അതായത് ആ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൻ്റെ സന്തോഷത്തിനേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് ആ പേഴ്സണ് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ആ പേഴ്സൺ സ്വന്തം സന്തോഷത്തിനേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് ചിലപ്പോഴെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സണ് തന്നെ അറിയാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ സന്തോഷത്തിനായിരിക്കാം ആ പേഴ്സൻ്റെ സന്തോഷത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിച്ചിട്ടും നിങ്ങൾക്ക് ആ പേഴ്സൺ ഇത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും
അതൊന്നും തുറന്നു പറയാതെ ആ പേഴ്സൺ ഇരിക്കുന്നത്, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഒന്നും ആ പേഴ്സൺ തുറന്നു പറയാതെ ഇരിക്കുന്നത്, മേ ബി അത് കേട്ടാൽ, അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമായാലോ, ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിഷമമായാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ അത് നിങ്ങളോട് തുറന്നു പറയാത്തത്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തിലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നോട്ടെ. ആ പേഴ്സൻ്റെ വിഷമം പറഞ്ഞിട്ട് അത് കേട്ട് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാത്തത്. അല്ലെങ്കിൽ അത് ഒരു കാരണമായിരിക്കാം ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാത്തതിന് അത് ഒരു കാരണമായിരിക്കാമെന്ന് പറയാം. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്തും മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതിപ്പോൾ എൻ്റെ ഫീലിങ്സിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ പറയുന്നത് എന്നെക്കുറിച്ചാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സിനെ കുറിച്ചാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ കൂടുതലായിട്ടും എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആ പേഴ്സൻ്റെ എനർജിയാണ് എന്നാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫീലിങ്സ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫീലിങ്സും ആയിരിക്കാം, അതായത് നിങ്ങളുടെ കൂടി ഫീലിങ്സ് ആയിരിക്കാം, അതായത് നിങ്ങളുടെ കൂടി എനർജി ആയിരിക്കാം. പക്ഷേ കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് ആ പേഴ്സൻ്റെ എനർജിയാണ്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് എന്നാണ്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കൂടുതലായിട്ടും. എങ്കിലും ഇത് നിങ്ങളുടെ എനർജി ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂടി എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.